ബാംഗ്ലൂർ നഗരത്തിൽ നിന്നും 328 കിലോമീറ്റർ ദൂരം ഹോസ്പെറ്റ് എന്നറിയപ്പെടുന്ന ഹൊസപ്പേട്ട. ഈ കാണുന്നത് ഹോസ്പെറ്റ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്നും 13 കിലോമീറ്റർ ദൂരം ഹംപി. ഹംപെ എന്ന കന്നഡ നാമത്തിൻ്റെ ഇംഗ്ലീഷ് പദം സ്മാരകങ്ങളുടെ കൂട്ടം എന്നർത്ഥം. ഓട്ടോയിൽ ഹംപിയിലേക്ക്. ഹോസ്പെറ്റ് റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ എത്തുമ്പോൾ രാവിലെ 6 മണി. ഈ സമയത്ത് ഇവിടെ നിന്നും ഹംപിയിലേക്ക് ബസ്സുകളില്ല. സൂര്യോദയത്തിൻ്റെ മനോഹര ദൃശ്യം. ഹംപിയിലെ കാഴ്ചകളിലേക്ക് സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ. നമസ്കാരം. പ്രയാണത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 800 രൂപ മുതൽ 2000 രൂപ വരെ ബഡ്ജറ്റിൽ റൂമുകളുള്ള ഹോട്ടൽ അർച്ചന പാലസിലാണ് ഞാൻ താമസിച്ചത്. ഹംപിയിലെ ഗ്രാമക്കാഴ്ചകളാണ് എന്നെ വളരെയധികം ആകർഷിച്ചത്. കമുകിൻ്റെയും മാവിൻ്റെയും തോപ്പുകളും കരിമ്പ് കൃഷിയുമാണ് ഇവിടുത്തെ കർഷകരുടെ പ്രധാന വരുമാനം. മറ്റൊന്ന്, ഇവിടെ വരുന്ന സഞ്ചാരികൾക്കുള്ള ഹോം സ്റ്റേകൾ, മിതമായ കാലാവസ്ഥ. പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഹംപിയിലെ ഇടുങ്ങിയ വഴികളിലൂടെ ഞാൻ നടന്നു. ലക്ഷ്യം പഴയ ലോകപ്രശസ്തമായിരുന്ന ഹംപി ബസാർ വഴി വിരൂപാക്ഷ ക്ഷേത്രത്തിലേക്ക്. വികസനം എത്തിച്ചേരാൻ ഇനിയും കാത്തിരിക്കുന്ന ഒരു ജനത. 1986 മുതൽ യുനെസ്കോ ലോക പൈതൃക കേന്ദ്രം. അതുകൊണ്ട് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണമുണ്ട്. ഹംപി കാണണം എന്നുള്ളവർക്ക് കുറഞ്ഞത് 5 ദിവസം ഇവിടെ തങ്ങി എല്ലാ ഭാഗങ്ങളും കണ്ട് ചരിത്ര വസ്തുതകൾ മനസ്സിലാക്കി മുൻപോട്ട് പോകണം. ഇനി 2 ദിവസം കൊണ്ട് കാണണമെന്ന് തോന്നിയാൽ അത് സമയക്കുറവ് കൊണ്ട് ആഹാരം കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ച് സ്ഥലം വിടുന്നതിന് തുല്യം. മധ്യകിഴക്കൻ കർണാടകയിലെ ബെല്ലാരി ജില്ലയിൽ നിന്നും 2021 ഒക്ടോബർ 2-ന് വിജയനഗര ജില്ല നിലവിൽ വന്നപ്പോൾ ഹോസ്പേറ്റ് ജില്ലാ ആസ്ഥാനമായി മേൽവിലാസം മാറിയ ഹംപി. വിജയനഗരം പേരുകൊണ്ട് മാത്രം വീണ്ടും പഴയ പ്രതാപത്തിലേക്ക്. ഈ കാണുന്നത് നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടങ്ങളല്ല. ഇതായിരുന്നു വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന ഹംപി. ഒരു കാലത്ത് സ്വർണ്ണ വ്യാപാരികളുടെയും രത്നവ്യാപാരികളുടെയും മാത്രം സങ്കേതം. ഹംപി ബസാർ. കരിങ്കൽ പാളികൾ കൊണ്ട് മാത്രം നിർമ്മിച്ച കെട്ടിടങ്ങളും ക്ഷേത്രങ്ങളുമാണ് ഹംപിയിലും പരിസരങ്ങളിലും ഉള്ളത്. എല്ലാം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണയിൽ ആണെന്ന് മാത്രം. AD 1336 ഏപ്രിൽ 18-ന് വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചതു മുതൽ AD 1565 തളിക്കോട്ട യുദ്ധത്തിൽ പരാജയപ്പെടുന്നതുവരെ തലസ്ഥാനം. AD 1500 ബെയ്ജിങ്ങിന് ശേഷം ലോകത്തിലെ 2ാമത്തെ വലിയ നഗരമായി അറിയപ്പെട്ട നഗരം. പേർഷ്യൻ യൂറോപ്യൻ സഞ്ചാരികളെ ആകർഷിച്ച സമ്പന്നമായ സംസ്കാരം, ധാരാളം ക്ഷേത്രങ്ങളും കൃഷിയിടങ്ങളും വ്യാപാര വിപണികളും ഉണ്ടായിരുന്ന ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ നഗരം 4100 ഹെക്ടർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നു. നടന്ന് ഞാൻ ഇവിടെ ഏറ്റവും പ്രശസ്തമായ വിരൂപാക്ഷ ക്ഷേത്രത്തിൻ്റെ മുമ്പിലെത്തിയിരിക്കുകയാണ്. 14-ാം നൂറ്റാണ്ടിൽ പ്രൗഢദേവരായ എന്ന ദേവരായ രണ്ടാമൻ്റെ കാലത്ത് നിർമ്മിച്ചത് എന്ന് പറയപ്പെടുന്ന ഈ ക്ഷേത്രത്തെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ മറ്റൊരു വീഡിയോയിൽ. വിരൂപാക്ഷ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ ദൂരെ ഹംപിയിലേക്ക് വരുന്ന എല്ലാ സന്ദർശകരുടെയും വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് ഗ്രൗണ്ട്. 4 വശവും ഭീമാകാരമായ കല്ലുകൾ കൊണ്ട് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഹേമകൂട മലയിലേക്ക്. ഇവിടെ ധാരാളം ക്ഷേത്രങ്ങൾ, മണ്ഡപങ്ങൾ, കമാനങ്ങൾ നമുക്ക് കാണാം. മുഗളന്മാരും മുസ്ലിം നാട്ടുരാജാക്കന്മാരും നശിപ്പിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ ഒരു പ്രയാണം. ഉയരത്തിലുള്ള ഒറ്റക്കൽ തൂണുകൾ താങ്ങി നിർത്തുന്ന ആകർഷകമായ കൽമണ്ഡപത്തിലൂടെ കടലക്കലു ഗണേശ പ്രതിമയിലേക്ക്. ഹേമകൂട മലയുടെ വടക്കുകിഴക്കൻ ചരിവിൽ 15 അടിയോളം, ഉദ്ദേശം 4.5 മീറ്റർ ഉയരമുള്ള ഗണപതി പ്രതിമ. ഹംപിയിലെ ഏറ്റവും വലിയ ശില്പങ്ങളിൽ ഒന്ന്. ബംഗാൾ കടലയോട് സാമ്യമുള്ള വിധത്തിലാണ് ഈ ശില്പത്തിൻ്റെ വയറിൻ്റെ ആകൃതി. ആയതിനാൽ പ്രാദേശിക ഭാഷയിൽ കടലക്കലു ഗണേശ് എന്നറിയപ്പെടുന്നു. കൊത്തുപണിയിലെ അപൂർണത ഈ പ്രതിമയുടെ ഭംഗി കുറച്ചിരിക്കുന്നു. പുരാതന ഹംപിയുടെ പ്രവേശന കവാടത്തിലേക്ക്. എൻ്റെ ക്യാമറ സഞ്ചരിക്കുന്നതിന് എതിർദിശയിലൂടെയായിരുന്നു ഒരു കാലത്ത് ഹംപിയിലേക്ക് പ്രവേശിച്ചിരുന്നത്.
ഇന്ന് അതൊരു സ്മാരകമായി നിലനിർത്തിയിരിക്കുന്നു. ഹേമകൂട മലയുടെ തെക്ക് ഭാഗത്ത് 8 അടി ഉയരത്തിൽ ഒറ്റക്കല്ലിൽ കൊത്തിയുണ്ടാക്കിയ ഒരു ഗണേശ പ്രതിമയുണ്ട്. AD 1500കളിൽ വിജയനഗര ചക്രവർത്തിയായിരുന്ന നരസിംഹരായ രണ്ടാമൻ്റെ കാലത്ത് നിർമ്മിച്ചത് എന്ന് കണക്കാക്കപ്പെടുന്നു. ഹംപിയിലെ കടുക് വ്യാപാരിയായിരുന്ന ശശിവേഗലു ഈ പ്രതിമ നിർമ്മിക്കാൻ മുൻകൈ എടുത്തതിനാൽ പിന്നീട് പ്രതിമ അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നു, ശശിവേഗലു ഗണേശ. ആഹാരപ്രിയനായ ഗണേശൻ ഒരിക്കൽ വയറു നിറയെ ആഹാരം കഴിച്ച് വയറ് പൊട്ടുന്ന സ്ഥിതിയുണ്ടായി എന്നും അതിന് പരിഹാരമായി മുമ്പിൽ കണ്ട ഒരു പാമ്പിനെ സ്വന്തം വയറിൽ മുറുകെ കെട്ടിവെക്കുകയുണ്ടായി എന്ന ഐതിഹ്യത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ഈ പ്രതിമയിൽ വയറിന് ചുറ്റും ഒരു പാമ്പിൻ്റെ രൂപവും നമുക്ക് കാണാം. ഇപ്പോൾ ഒരു കമ്പിവേലി നിർമ്മിച്ച് സന്ദർശകർ അടുത്തേക്ക് പോകുന്നത് തടഞ്ഞിരിക്കുന്നു. ഈ ഹേമകൂട മലയിലാണ് ഹംപിയിലെ ധാരാളം ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. പ്രതിഷ്ഠകളില്ലാത്ത ഭീമാകാരമായ ഒറ്റക്കല്ലിൽ നിർമ്മിച്ച തൂണുകളാൽ താങ്ങി നിർത്തപ്പെട്ട മണ്ഡപങ്ങളും ശ്രീകോവിലുകളും മാത്രം നമുക്കിവിടെ കാണാം. ഹേമകൂടമലയിലെ ക്ഷേത്രാവശിഷ്ടങ്ങൾ ചുറ്റിക്കാണുന്നതോടൊപ്പം നമുക്ക് വിജയനഗരത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം ഒന്ന് നോക്കാം. പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനം ദക്ഷിണേന്ത്യയിൽ 3 സാമ്രാജ്യങ്ങളാണ് നിലനിന്നിരുന്നത്. ദേവഗിരി ആസ്ഥാനമാക്കിയുള്ള യാദവ സാമ്രാജ്യം, വാറങ്കൽ ആസ്ഥാനമായ കാകതീയ സാമ്രാജ്യം, ദ്വാരസമുദ്രം ആസ്ഥാനമാക്കിയ ഹൊയ്സാല സാമ്രാജ്യം. AD 1309 അലാവുദ്ദീൻ ഖിൽജിയുടെ സൈന്യാധിപൻ മാലിക് കഫൂർ ഡക്കാൻ ആക്രമിക്കുന്നു. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി മുസ്ലിം ആക്രമണം. ഇടവിട്ടുള്ള യുദ്ധങ്ങളിൽ യാദവ സാമ്രാജ്യവും ഹൊയ്സാല കാകതീയ സാമ്രാജ്യങ്ങളും ദില്ലി സുൽത്താനേറ്റ് കീഴ്പ്പെടുത്തുന്നു. വർഷങ്ങൾക്ക് ശേഷം മുഹമ്മദ് ബിൻ തുഗ്ലക് ഭരണസൗകര്യാർത്ഥം ദേവഗിരി, ദ്വാരസമുദ്രം, മാബാർ, തെലങ്കാന, കംബ്ലി എന്നിങ്ങനെ 5 പ്രവിശ്യകളായി ഡക്കാനെ വിഭജിക്കുന്നു. ഈ പരിഷ്കാരം പരാജയമായിരുന്നുവെന്ന് ചരിത്രം പിന്നീട് തെളിയിച്ചു. ആയിരത്തി 1329 തുഗ്ലക്ക് തലസ്ഥാനം ദൗലത്താബാദിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റുന്നു. ഇതോടെ പ്രവിശ്യകൾ സ്വയംഭരണത്തിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നു. കൃഷ്ണ നദിക്ക് തെക്കുള്ള ഹിന്ദു രാജ്യങ്ങളെല്ലാം ഒന്നിച്ച് തുഗ്ലക്കിനെതിരെ ചെറുത്തു നിൽക്കുന്നു. ഇന്ന് ഹംപിക്കടുത്തുള്ള ആനൈഗുന്തി എന്ന കൊച്ചു രാജ്യത്തിൻ്റെ ഭരണാധിപന് കീഴിലായിരുന്നു ഈ ചെറുത്തുനിൽപ്പ്. ഇതോടെ തുഗ്ലക്ക് ആനൈഗുന്തി ആക്രമിച്ച് രാജാവിനെയും ബന്ധുജനങ്ങളെയും വധിക്കുന്നു. മൊറോക്കൻ സഞ്ചാരി ഇബ്നു ബത്തൂത്തയുടെയും പോർച്ചുഗീസ് സഞ്ചാരിയും കുതിരവ്യാപാരിയുമായിരുന്ന ഫെർണാവോ നുനൈസിൻ്റെയും യാത്രാവിവരണങ്ങളിൽ ഈ വിഷയങ്ങൾ പരാമർശിച്ചിരിക്കുന്നു. യുദ്ധാനന്തരം തുഗ്ലക്ക് ഭരണകാര്യങ്ങൾ പ്രതിനിധിയായ മാലിക് നൈബിനെ ഏൽപ്പിച്ചെങ്കിലും ഭരണപരാജയം മൂലം ആനൈഗുന്തിയിലെ മുൻ മന്ത്രി ഹരിഹര ദേവരായ ഒന്നാമനെ ഭരണമേൽപ്പിക്കുന്നു.
അവസരം മുതലാക്കിയ ഹരിഹരദേവരായ സഹോദരൻ ബുക്കരായൻ്റെ സഹായത്തോടെ വിജയനഗര സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു. AD 1336 ഹംപിയിലെ ശൃംഗേരി ശാരദാപീഠത്തിലെ 12ാമത്തെ ജഗദ്ഗുരു മാധവ വിദ്യാരണ്യ ഹരിഹര ബുക്കരായ സഹോദരന്മാരെ തൻ്റെ സംരക്ഷണയിൽ വിജയനഗര സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ച് വിദ്യാനഗർ എന്ന് വിളിച്ചു. കാലാന്തരത്തിൽ വിദ്യാനഗർ വിജയനഗരമായി പരിണമിച്ചതായി രാജകാല നിർണയ, പിതാമഹ സംഹിത, ശിവതത്വ രത്നാകര എന്നീ ചരിത്ര ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ഹേമകൂട മലയിലെ ഈ ശിവക്ഷേത്രത്തിൽ മാത്രം സമീപവാസികൾ പൂജയും ആരാധനയും നടത്തുന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലമായതിനാൽ 6 മണിക്ക് മുമ്പ് ക്ഷേത്രം അടയ്ക്കും. 6 മണിയാകുമ്പോൾ സുരക്ഷാ ജീവനക്കാർ പ്രധാന കവാടവും അടയ്ക്കും. ആയിരത്തി 1336 മുതൽ 1565 തളിക്കോട്ട യുദ്ധപരാജയം വരെ 229 വർഷം. ഉഗ്രപ്രതാപത്തിൽ ജനസംഖ്യയിൽ റോമാ സാമ്രാജ്യത്തെക്കാൾ വലുത് എന്ന പോർച്ചുഗീസ് സഞ്ചാരി ഡൊമിംഗോ പയസ് അഭിപ്രായപ്പെട്ട വിജയനഗരം പിന്നീട് ആസ്ഥാനം ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ലയിലെ പെനുക്കൊണ്ടയിലേക്ക് മാറ്റി. അവിടെയും വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പ്രതിരോധ കേന്ദ്രമായ പെനുക്കൊണ്ട കോട്ട നിർമ്മിച്ചു. വിജയനഗര സാമ്രാജ്യം എവിടെയാണ്, എങ്ങനെയാണ് പരാജയപ്പെട്ടത്? അംഗബലം കുറഞ്ഞ സൈന്യമായിരുന്നു മുസ്ലിം സുൽത്താനേറ്റുകളുടേത്. എങ്കിലും മെച്ചപ്പെട്ട സജ്ജീകരണവും പരിശീലനവും സിദ്ധിച്ചവരായിരുന്നു. മിടുക്കരായ തുർക്കി യോദ്ധാക്കളും വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന പേർഷ്യൻ കുതിരകളും 16 അടിയോളം നീളമുള്ള കുന്തങ്ങളുമായിരുന്നു മുസ്ലിം സുൽത്താനേറ്റുകളുടെ യുദ്ധസന്നാഹം. കാലഹരണപ്പെട്ട യുദ്ധമുറകളും പതിയെ സഞ്ചരിക്കുന്ന ആനകളും നാടൻ കുതിരകളും മുളകൊണ്ട് നിർമ്മിച്ച കുന്തങ്ങളും അമ്പുകളുമായിരുന്നു വിജയനഗര സാമ്രാജ്യത്തിന് മേൽ മുസ്ലിം സുൽത്താനേറ്റുകൾക്ക് ആധിപത്യം സ്ഥാപിക്കാൻ സഹായിച്ചത് എന്ന് മനസ്സിലാക്കാം. സൈനിക സാങ്കേതിക വിദ്യയിൽ വിജയനഗര രാജാക്കന്മാർ തികഞ്ഞ പരാജയമായിരുന്നു. തളിക്കോട്ടയിൽ പരാജയം അടഞ്ഞെങ്കിലും 1646 വരെ ഈ സാമ്രാജ്യം നിലനിന്നിരുന്നു. പ്രശസ്തമായ വിരൂപാക്ഷ ക്ഷേത്രം ഹേമകൂട മലയിൽ നിന്നും കാണുമ്പോൾ മുസ്ലിം സുൽത്താനേറ്റുകളുടെ ആക്രമണത്തിൽ നിന്നും ഈ ഒരു ക്ഷേത്രം മാത്രം എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ ഉയരത്തിലുള്ള ചുറ്റുമതിലുകൾ ഒരു പരിധിവരെ ക്ഷേത്രത്തിന് സുരക്ഷ നൽകിയിരിക്കാം. എന്തൊക്കെയോ നിർമ്മിക്കാനുള്ള പദ്ധതി അനുസരിച്ച് മുറിച്ചു വച്ചിരിക്കുന്ന ഭീമാകാരമായ കല്ലുകൾ വിജയനഗരത്തിൻ്റെ അവസാന കാലത്തെ തയ്യാറെടുപ്പുകളിൽ ചിലത്. AD 1513 ഉദയഗിരി ഇന്നത്തെ ഒറീസ കീഴടക്കിയതിൻ്റെ ആഘോഷത്തിനായി കൃഷ്ണദേവരായ പണികഴിപ്പിച്ച കൃഷ്ണക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിലെ പ്രധാന വിഗ്രഹമായിരുന്ന ബാലകൃഷ്ണ രൂപം ഇപ്പോൾ ചെന്നൈ എഗ്മോറിലുള്ള സ്റ്റേറ്റ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ക്ഷേത്രമുറ്റത്തുള്ള കൂറ്റൻ കല്ലിൽ ക്ഷേത്ര ചരിത്രവും ഒറീസ കീഴടക്കിയ വിവരങ്ങളും കൊത്തിവെച്ചിരിക്കുന്നു. പ്രധാന ശ്രീകോവിലിന് ചുറ്റുമായി ധാരാളം ഉപദേവതാ ക്ഷേത്രങ്ങളും ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ പ്രതിഷ്ഠ ഒന്നും ഇല്ലാത്ത നിലയിലാണ്. ഗോൽക്കൊണ്ട സുൽത്താൻമാർ പെനുക്കൊണ്ട ആക്രമിച്ചപ്പോൾ തലസ്ഥാനം തിരുപ്പതിക്കടുത്തുള്ള ചന്ദ്രഗിരിയിലേക്ക് മാറ്റി. ചന്ദ്രഗിരി കോട്ടയുടെ വീഡിയോ പ്രയാണം ചാനലിൽ ലഭ്യമാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. യാദവ വംശ പരമ്പരയിലെ പശുപാലക സമൂഹത്തിലെ സംഗമയുടെ മക്കളായ സഹോദരന്മാരായ ഹരിഹര ഒന്നാമനും ബുക്കരായ ഒന്നാമനും ചേർന്ന് സ്ഥാപിച്ച വിജയനഗരം 1336 മുതൽ 1565 വരെ വിജയനഗരം, 1565 മുതൽ 1592 വരെ പെനുക്കൊണ്ട, 1592 മുതൽ 1604 വരെ ചന്ദ്രഗിരി, 1604 മുതൽ 1646 വരെ വെല്ലൂർ എന്നിങ്ങനെ 4 തലസ്ഥാനങ്ങൾ.
കന്നഡ, തെലുങ്ക്, സംസ്കൃതം എന്നീ പൊതുഭാഷ സംസാരിച്ചിരുന്ന വിജയനഗരത്തിൽ 1336 മുതൽ 56 വരെ ഹരിഹര ഒന്നാമൻ, 1509 മുതൽ 529 വരെ കൃഷ്ണദേവരായർ, 1642 മുതൽ 46 വരെ ശ്രീരംഗ മൂന്നാമൻ എന്നിങ്ങനെ 3 ചക്രവർത്തിമാർ. ഡക്കാൻ സുൽത്താനേറ്റ് എന്നറിയപ്പെട്ടിരുന്ന ബീജാപൂർ, അഹമ്മദ് നഗർ, ഗോൽക്കണ്ട, ബീഡാർ, ബേരാർ എന്നിവിടങ്ങളിലെ ഭരണാധികാരികൾ ചേർന്ന് സ്വർണവും വൈഢൂര്യവും ഉൾപ്പെടുന്ന അമൂല്യ വസ്തുക്കൾ വ്യാപാരം നടത്തിയിരുന്ന ഏറ്റവും ധനികരായ ആളുകൾ ജീവിച്ചിരുന്ന ഹംപി എന്ന വിജയനഗര സാമ്രാജ്യ ആസ്ഥാനം കീഴടക്കി കൊള്ളയടിക്കുകയും നശിപ്പിക്കുകയും ചെയ്തു. കോട്ടകൾ, രാജകീയ സമുച്ചയങ്ങൾ, ക്ഷേത്രങ്ങൾ, വലിയ തൂണുകളുള്ള കൽമണ്ഡപങ്ങൾ, സ്മാരകങ്ങൾ, ജലനിർമ്മിതികൾ എല്ലാം അടങ്ങിയ ഹംപിയെ യുനെസ്കോ വിശേഷിപ്പിച്ചത് കഠിനവും ഗംഭീരവുമായ സ്ഥലമെന്നാണ്. ദക്ഷിണേന്ത്യയിലെ അവസാന ഹിന്ദു സാമ്രാജ്യത്തിൻ്റെ 1600-ലധികം വരുന്ന അവശിഷ്ടങ്ങൾ. ഹംപി ഇവിടെ പൂർണ്ണമാവുന്നില്ല. വീണ്ടും അടുത്ത വീഡിയോയിൽ.